ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? പനിയും ജലദോഷമാണ്. ശബ്ദത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യമേ സോറി ചോദിക്കുകയാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2012 റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ ഹൊറർ ത്രില്ലർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് അണ്ടർ ദ ബെഡ്. അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു ത്രില്ലർ ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിലെ നമ്മുടെ കഥാനായകനായ നീൽ അവന്റെ മുറിക്ക് മുന്നിലെ എന്തിനെയോ കണ്ട് പേടിച്ചേരണ്ട് നിൽക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. മുറിക്കുള്ളിൽ നിന്ന് എന്തൊക്കെയോ വിചിത്രമായ ശബ്ദങ്ങളൊക്കെ കേൾക്കാം. മുറിയിൽ നിന്ന് ഏതാണ്ട് പുകയൊക്കെ വരുന്നുണ്ട്. ഇവിടെയാണ് ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, അണ്ടർ ദ ബെഡ്. അടുത്ത സീനില് ഇപ്പോ 2 വർഷങ്ങൾക്ക് ശേഷം നീലിന്റെ അച്ഛൻ അവനെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നോണ്ടിരിക്കുകയാണ്. അവൻ ഈ കഴിഞ്ഞ 2 വർഷം മറ്റൊരു ടൗണിലെ ആന്റിയുടെ വീട്ടിലായിരുന്നു. പോകുന്ന വഴിക്ക് ടെറി മകനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നായകനെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. തൽക്കാലത്തേക്ക് നിന്റെ ഈ ഇമാജിനേഷനും കഥകളും ഭൂതം, പ്രേതം, ചിത്രം വര അതെല്ലാം തന്നെ മാറ്റിവെച്ചേക്ക്. ഇനി നീ അതിന്റെ പിന്നാലെ പോവരുത്. ഇനിയെങ്കിലും നീ പക്വത കാണിക്കണം. ഇതൊക്കെ പറഞ്ഞിട്ട് മകനെ ഉപദേശിക്കുന്നുണ്ട്. എന്നാ ഇതൊക്കെ കേട്ടിട്ടും നീലിന്റെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഇല്ല. അവൻ ഒരേ ഒരു കാര്യം മാത്രമാണ് അച്ഛനോട് ചോദിക്കുക, എന്റെ അനിയൻ പോൾ അവന് സുഖാണോ? അങ്ങനെ നീൽ ഒരുപാട് നാളുകൾക്ക് ശേഷം വീട്ടിലെത്തുമ്പോ അവന്റെ സ്റ്റെപ്പ് മദർ ഏഞ്ചല അവന് വേണ്ടി ഒരു വെൽക്കം പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നു. തൊട്ടടുത്ത താമസക്കാരും അവന്റെ റിലേറ്റീവ്സും എല്ലാവരും വന്നിരുന്നു. അവരാരും തന്നെ നീലിനോട് മോശമായിട്ടൊന്നും തന്നെ സംസാരിക്കുന്നില്ല. എല്ലാവരും അവനോട് സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. എന്നാൽ നീൽ അതിലൊന്നും തന്നെ കംഫർട്ടബിൾ ആയിരുന്നില്ല. കാരണം അവരെല്ലാവരും നീലിനെ ഒരു ഭ്രാന്തനായിട്ടാണ് കാണുന്നത്. മാനസിക നില തെറ്റിയ ഒരു ചെറുപ്പക്കാരനോട് കാണിക്കുന്ന ഒരു സഹതാപം. അതുപോലെ തന്നെ അവന്റെ സ്റ്റെപ്പ് മദറിനും നീലിനെ ഒരുപാട് കാര്യമാണ്. ഏഞ്ചല നീലിനെയും അവന്റെ അനിയനെയും സ്വന്തം മക്കളെ പോലെ തന്നെയാണ് കാണുന്നത്. ഇപ്പോ അവരുടെ അയൽവാസിയായ ഇവാൻ എന്നൊരാള് അവനോട് സ്നേഹാന്വേഷണമൊക്കെ നടത്തുന്നുണ്ട്. നീൽ, നിനക്ക് സുഖാണോ? നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാ മതി. അയാള് തന്റെ മക്കളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇവന് ഒരു മകള് കൂടിയുണ്ട്, കേര. നമ്മുടെ കഥാനായികയാണ്. നീലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്നു അവനിവിടെ താമസിക്കുന്ന സമയത്ത്. അവരിങ്ങനെ ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നത് കണ്ട് കേരയുടെ അനിയന്മാര് അവരെ കളിയാക്കുന്നുണ്ട്. കേര, നീ ഈ ഭ്രാന്തനെ കല്യാണം കഴിക്കാൻ പോവാണോ? ഇത് കേട്ട് നീൽ ഒത്തിരി അപ്സെറ്റായി. അവൻ പല്ലൊക്കെ കടിച്ച് പിടിച്ച് ക്ഷമിച്ച് എനിക്ക് എന്റെ അനിയനെ കാണണമെന്ന് പറഞ്ഞ് വീടിനുള്ളിലേക്ക് പോയി. നമ്മള് ജനിച്ചു വളർന്ന വീട്ടിലേക്ക് തിരികെ എത്തുമ്പോ നമുക്ക് അത്രയൊരു സന്തോഷമായിരിക്കും. എന്നാ നീലിന്റെ മുഖത്ത് ഒരു മരണഭയം നമുക്ക് കാണാം. ഒട്ടും തന്നെ സന്തോഷമില്ല. അവൻ ഈ വീടിനുള്ളില് എന്തിനെയോ കണ്ട് ഭയന്നിരിക്കണം. വീടിനുള്ളിലേക്ക് കാലെടുത്ത് വെക്കാൻ തന്നെ അവന് പേടിയാണ്. അവൻ പതിയെ പതിയെ ഒരു പേടിയോടെ വീടിനുള്ളിലേക്ക് കയറി. നീൽ തന്റെ അനിയനെ തെരയുന്നുണ്ട്. നാട്ടുകാരും വീട്ടുകാരൊക്കെ അവനെ കാത്ത് വീടിന് പുറത്തുണ്ട്. എന്നാ അനിയൻ ചെറുക്കനെ പുറത്തേക്ക് കാണാനില്ല. അവനങ്ങനെ അനിയനെ തെരഞ്ഞു ചെല്ലുമ്പോ നീൽ ഒരു മുറിക്ക് മുന്നിൽ സ്റ്റോപ്പായി. ഈ ഒരു ഡോറിന് മുന്നിലാണ് നീൽ ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിലെ പേടിച്ചെറണ്ട് നിന്നിരുന്നത്. അവൻ പതിയെ പതിയെ ഡോറിന്റെ അടുത്തേക്ക് നടന്ന് ഡോറ് തുറക്കാൻ നോക്കിയതും മുറിയുടെ ഡോറ് തനിയെ ഓപ്പണായി. പേടിച്ചു പോയി അവൻ താഴേക്ക് വീണു. എന്നാലും എന്തിനായിരിക്കും അവൻ സ്വന്തം മുറിക്കകത്തേക്ക് കയറാൻ ഇത്രയേറെ പേടിക്കുന്നത്? നീൽ ആ മുറിക്കകത്തേക്ക് കയറാതെ തൊട്ടടുത്ത് തന്റെ അനിയന്റെ മുറിയിലേക്ക് ചെന്നു. അവിടെ ചെന്ന് നോക്കുമ്പോ പോളിനെ അവിടെ കാണാനില്ല. സ്റ്റെപ്പ് മദർ പറഞ്ഞത് പോൾ പനി കാരണം കിടന്നുറങ്ങാണെന്നാണ്. എന്നാ പോൾ ആ മുറിയിലില്ല. മാത്രമല്ല പോളിന്റെ മുറി നിറയെ നീലിന്റെ സാധനങ്ങളാണ്. അതുകണ്ട് നായകൻ ആകെ ഷോക്കായി. നീലങ്ങനെ തന്റെ നോട്ട്ബുക്കും താൻ വരച്ച ചിത്രങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന നേരത്താണ് കർട്ടന് പിന്നിലും മറഞ്ഞിരുന്നപ്പോൾ അവനെ പേടിപ്പിക്കുന്നത്. അനിയനെ കണ്ട സന്തോഷത്തില് നായകൻ അവനോട് എന്തൊക്കെയോ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാ പോളാണെങ്കില് നീ എന്റെ ചേട്ടനല്ല, നീ എന്റെ ചേട്ടനാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ചിലപ്പോ നീ ആ ഭൂതാണെങ്കിലോ? നീൽ അവനോട് ഒരുപാട് തവണ പറഞ്ഞു നോക്കി, പോൾ ഇത് ഞാനാണ്, നിന്റെ ചേട്ടനാണ്. ഇപ്പോ പോള് പറയും, അങ്ങനെയാണെങ്കില് നമുക്ക് മാത്രം അറിയാവുന്ന എന്തെങ്കിലും ഒരു രഹസ്യം പറ. ഇത് കേട്ട ഉടനെ തന്നെ നീൽ തന്റെ കയ്യിലുണ്ടായിരുന്ന സിഗരറ്റിന്റെ പാക്കറ്റ് എടുത്ത് പോളിനെ കാണിച്ചു കൊടുത്തു. നീൽ സ്മോക്ക് ചെയ്യുന്ന കാര്യം അവർക്ക് 2 പേർക്ക് മാത്രമേ അറിയൂ. അത് കണ്ട ഉടനെ തന്നെ പോൾ ഓടി ചെന്ന് ചേട്ടനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അപ്പോ ഈ വീടിനുള്ളിൽ എന്തോ കണ്ട് 2 പേരും നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. അത് പ്രേതാണോ ഭൂതാണോ എന്ന് അവര് 2 പേരും പരസ്പരം പറയുന്നില്ല. അങ്ങനെ ചേട്ടനും അനിയനും സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തുന്ന നേരത്താണ് അവരുടെ അച്ഛൻ ആ മുറിയിലേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ നീലിന്റെ പഴയ ഡ്രോയിങ്സ് ഒക്കെ കണ്ട് പോളിനെ വഴക്ക് പറയാൻ തുടങ്ങി. പോൾ, നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഈ പെട്ടിയിലെ ഒരു സാധനങ്ങളും തൊട്ടുപോകരുതെന്ന്? നിന്റെ
നിന്റെ ചേട്ടൻ തിരിച്ചു വന്നപ്പോ നിനക്ക് എന്ത് ചെയ്യാം എന്ന ധൈര്യാണോ? അങ്ങനെയാണോ? നിന്റെ ചേട്ടനെ നിനക്ക് വേണ്ടേ? അവന് വീണ്ടും ഇവിടെ നിന്ന് പറഞ്ഞു വിടണോ? ടെറി തന്റെ മക്കളെ വഴക്ക് പറയുന്ന നേരത്താണ് ഈ ബഹളമൊക്കെ കേട്ടോണ്ട് ഏഞ്ചല മുകളിലേക്ക് വരുന്നത്. ആ സ്ത്രീ അവരോട് ദേഷ്യപ്പെടുകയൊന്നുമില്ല. പോളിന്റെ കയ്യില് കുറച്ചധികം പണം കൊടുത്ത് രണ്ടുപേരോടും പുറത്തൊക്കെ പോയി ഒന്ന് ചുറ്റിയിട്ട് വരാനായിട്ട് പറയും. അങ്ങനെ ചേട്ടനും അനിയനും അവരുടെ സൈക്കിളും എടുത്ത് വീട്ടിൽ നിന്നിറങ്ങി. പോളിന് ചേട്ടൻ എന്ന് പറഞ്ഞ ജീവനാണ്. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് നീലിനെ വീട്ടിൽ നിന്ന് കുറച്ചു നാള് മാറി നിൽക്കേണ്ടി വന്നു. പോൾ അങ്ങനെ ചേട്ടനെയും കൊണ്ടുപോകുന്നത് നീലിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോഫി ഷോപ്പിലേക്കാണ്. ആ കോഫി ഷോപ്പിലുണ്ടായിരുന്ന ഒരു ലേഡി സ്റ്റാഫ് നീലിനെ കണ്ട് ഒത്തിരി ഷോക്കായി. നീൽ, നീയോ? ഇത്രയും നാളെ നീ എവിടെയായിരുന്നു? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും നീലിന് തീരെ ഇഷ്ടമല്ല. കാരണം അവരിതൊക്കെ ചോദിക്കുന്നത് സ്നേഹം കൊണ്ടൊന്നുമല്ല. അവനെ ഒരു ഭ്രാന്തനായിട്ടാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. അവനോട് ഒരു പേടിയോടെയാണ് സംസാരിക്കുന്നതും. നായകൻ ആ ചോദ്യത്തിനൊന്നും മറുപടി പറയാൻ നിൽക്കാതെ അവർക്ക് വേണ്ട ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നീൽ തന്റെ നോട്ട്ബുക്ക് എടുത്ത് അവൻ വരച്ച ചിത്രങ്ങളൊക്കെ പോളിന് കാണിച്ചു കൊടുത്തു. പറ, നീ ഈ ചിത്രങ്ങളിൽ കാണുന്ന എന്തെങ്കിലും രൂപത്തെ നമ്മുടെ വീടിനകത്ത് കാണാറുണ്ടോ? അതിനെ പോളൊന്നും പറയില്ല. മുഖത്ത് ഒരു പേടി മാത്രം. അവൻ സത്യം പറഞ്ഞിട്ട് ചേട്ടൻ വിശ്വസിച്ചില്ലെങ്കിലോ? അപ്പോ നീൽ പറയും, പേടിക്കണ്ട, നീ കണ്ടതെന്താണോ അതെന്നോട് പറ. ഇക്കാര്യം നമ്മൾ രണ്ടുപേരല്ലാതെ മറ്റാരും അറിയാൻ പോണില്ല. അതിന് പോള് പറയും, അതെ, ഞാൻ ഈ രൂപത്തെ കാണാറുണ്ട്. നീൽ എന്നാണോ ആ വീട്ടിൽ നിന്ന് പോയത് അന്നു മുതലേ പോൾ വിചിത്രമായ ആ രൂപങ്ങള് വീടിനകത്ത് കാണാറുണ്ട്. ഇവരെങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ മറുവശത്ത് ഏഞ്ചല വസ്ത്രങ്ങളൊക്കെ കഴുകാനായിട്ട് ഗരാജിലേക്ക് പോയി. ആ സ്ത്രീ അങ്ങനെ വസ്ത്രങ്ങളൊക്കെ മെഷീനിലേക്ക് ഇടുന്ന നേരത്ത് പെട്ടെന്ന് ഗരാജിന്റെ ഡോറ് തനിയെ അടഞ്ഞു. അതങ്ങനെ തനിയെ ഡോർ അടഞ്ഞു. ഇതിപ്പോ എങ്ങനെ അടഞ്ഞെന്നറിയാതെ ആ സ്ത്രീ ഗരാജിലെ ലൈറ്റ് ഇടാനായിട്ട് പോകുന്ന സമയത്ത് ആ വാഷിംഗ് മെഷീന് തൊട്ടായിട്ട് വലിയൊരു കൈ കാണാം. ഏഞ്ചല ലൈറ്റ് ഇട്ടതും അതവിടുന്ന് മറഞ്ഞുപോയി. മറുവശത്ത് ചേട്ടനും അനിയനും സംസാരിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് നായികയും സുഹൃത്തുക്കളും ആ കോഫി ഷോപ്പിലേക്ക് വരുന്നത്. കേരയുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ വന്ന പാടെ തന്നെ നായകൻ ഭ്രാന്തനാണെന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. നീയല്ലേ നിന്റെ വീടിന് തീ വെച്ച് നിന്റെ അമ്മയെ കൊന്നത്? നീ എങ്ങനെ ഇത്ര പെട്ടെന്ന് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ പിള്ളേരവനെ കളിയാക്കുമ്പോ പോൾ അങ്ങനെ വെറുതെ ഇരിക്കില്ല. ഗൈസ്, നിങ്ങൾ കേൾക്കുന്ന പല കഥകളും ചിലപ്പോ അത് സത്യമായിരിക്കില്ല. അതൊന്നും ചെയ്തത് എന്റെ ചേട്ടനല്ല. എന്നെ പേടിച്ചിട്ടാണ് അച്ഛൻ ചേട്ടനെ ഇവിടെ നിന്ന് മാറ്റിയത്. കാരണം എന്റെ കൂടെ പ്രേതങ്ങളുണ്ട്. പോളിന്റെ ഈ വർത്താനം കേട്ട് രണ്ടുപേരും ആകെ വരണ്ടുപോയി. ഫാമിലി മൊത്തം വട്ടാണല്ലോ എന്ന് പറഞ്ഞ് ആ പയ്യന്മാർ അവിടെ നിന്ന് പോയി. അത് കണ്ട് നമ്മുടെ നായകനെ ഒത്തിരി സന്തോഷായി. ഒരാളെങ്കിലും അവനെ മനസ്സിലാക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് രണ്ടുപേരും ഇപ്പൊ വീട്ടിലേക്ക് തിരിച്ചെത്തി. അവര് നേരെ പോകുന്നത് നീലിന്റെ പഴയ മുറിയിലേക്കാണ്. രണ്ടുപേർക്കും നല്ല പേടിയുണ്ട്. നീ എപ്പോഴാ അതിനെ കണ്ടത്? അതെപ്പോഴാ പുറത്തേക്ക് വരാറുള്ളത്? അത് നിന്നോട് സംസാരിക്കാറുണ്ടോ? അപ്പോ പോള് പറയും, രാത്രി സമയത്താണ് അതെന്നെ ആക്രമിക്കാൻ ശ്രമിക്കാറ്. എന്നാ അത് ഇതുവരെ എന്നോട് സംസാരിച്ചിട്ടില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടില്ല. ഇതും പറഞ്ഞ് അവർ രണ്ടുപേരും ബെഡിനടിയിലേക്ക് കുനിഞ്ഞു നോക്കുന്ന നേരത്താണ് അച്ഛൻ അങ്ങോട്ട് വരുന്നത്. ഇവരിത് വീണ്ടും തുടങ്ങിയോ? ഇത്തവണ പുള്ളി അവരെ വഴക്ക് പറയാൻ നിൽക്കാതെ മതി, വേഗം ഡിന്നർ കഴിക്കാൻ താഴേക്ക് വാന്ന് പറഞ്ഞ് ടെറി താഴേക്ക് ഇറങ്ങിപ്പോയി. അങ്ങനെ നാലുപേരും ഒരുപാട് സന്തോഷത്തിലെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് അത്താഴം കഴിക്കുന്ന നേരത്ത് പോൾ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ഇന്ന് രാത്രി ചേട്ടൻ എവിടെയാ കിടക്കാൻ പോണത്? ഞാനിപ്പോ ചേട്ടന്റെ മുറിയിലല്ലേ? ഇപ്പോ നീലിന്റെ മുറിയിലെ അനിയനുള്ളതുകൊണ്ട് തന്നെ പോളിന്റെ പഴയ മുറിയാണ് ഇപ്പോ നീലിന് അവര് കൊടുക്കുന്നത്. അന്ന് രാത്രി ചേട്ടനും അനിയനും ഒന്നിച്ച് ഒരു മുറിയിലാണ് ഉറങ്ങുന്നത്. അതും ആ ഭൂതമുള്ള മുറിയിലല്ല. അങ്ങനെ രണ്ടുപേരും നല്ല ഉറക്കത്തിലായി. അപ്പോ നമ്മളെ നീലിന്റെ ആ പഴയ മുറി കാണിക്കുന്നുണ്ട്. ആ മുറിക്കുള്ളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങളൊക്കെ കേൾക്കാം. പുകയൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ പോൾ സ്കൂളിലേക്ക് പോയി. നീലാണെങ്കിൽ പതിയെ നടക്കാനിറങ്ങി. അവൻ ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് ചിത്രം വരയ്ക്കുന്നുണ്ട്. മറുവശത്ത് പോൾ ക്ലാസ്സിലിരുന്ന് നല്ല ഉറക്കമാണ്. പോൾ മാത്രമല്ല മറ്റു കുട്ടികളും ഉറങ്ങുന്നുണ്ട്. സർ അവിടെ കാര്യമായിട്ട് എന്തോ ക്ലാസ് എടുക്കുന്നുണ്ട്. പോൾ ഇവിടെ ക്ലാസ്സിലിരുന്ന് ഉറങ്ങുമ്പോ പുറത്ത് നീലും മരത്തിന് ചുവട്ടിലിരുന്ന് ഉറങ്ങിപ്പോയി. രണ്ടുപേരും ഒരേ സമയത്ത് ഉറങ്ങുന്നുണ്ട്. പെട്ടെന്നാണ് പോൾ ഉറക്കത്തിൽ നിന്ന് സ്വപ്നം കണ്ട് പേടിച്ചു കരഞ്ഞ് താഴേക്ക് വീഴുന്നത്. ആകെ പേടിച്ചു പോയ ചെറുക്കൻ താഴെ കിടന്ന് നിലവിളിച്ച് കരയാണ്. അന്ന് വൈകിട്ട് ടെറി തന്റെ മക്കളെ രണ്ടുപേരെയും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ വീണ്ടും തുടങ്ങിയോ? ആദ്യം നിന്റെ ചേട്ടനാണ് ഇതൊക്കെ ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ പോൾ നീയും തുടങ്ങിയോ? മര്യാദയ്ക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ നോക്ക്, അല്ലെങ്കിൽ ചേട്ടനെ പോലെ പഠിപ്പ് നിർത്തി ജോലിയും വേലയൊന്നുമില്ലാതെ ഇങ്ങനെ നടക്കേണ്ടി വരും. വീടിനകത്ത് പ്രേതമുണ്ട്, ഭൂതമുണ്ടെന്ന് പറഞ്ഞ് നിന്റെ ചേട്ടൻ ഈ വീടിന് തീയിട്ടു. നിങ്ങളുടെ അമ്മയെ നഷ്ടപ്പെട്ടു. അച്ഛൻ എന്തൊക്കെയോ പറഞ്ഞ് മക്കളോട് ദേഷ്യപ്പെടുന്നുണ്ട്. പോൾ, നീ ഇനി ഒരാഴ്ച ക്ലാസ്സിലേക്ക് പോവണ്ട. ഈ ഒരാഴ്ച നിങ്ങൾ രണ്ടുപേരും ഒരു പ്രശ്നങ്ങളും
ഉണ്ടാക്കിയില്ലെങ്കിൽ പോൾ നിനക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇത് കേട്ടതും പോൾ ആകെ ബഹളം വെച്ചു. എനിക്ക് ക്ലാസ്സിൽ പോണം, എനിക്ക് ക്ലാസ്സിൽ പോണമെന്ന് പറഞ്ഞു. എന്നാലും ടെറി അതിനെ സമ്മതിക്കില്ല. നിങ്ങൾ രണ്ടുപേരും ഈ പ്രേതം ഭൂതം എന്ന് പറഞ്ഞുള്ള ഭ്രാന്തൊക്കെ ആദ്യം അവസാനിപ്പിക്കണം. ആ മുറിക്കകത്ത് എന്താ ഉള്ളതെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ടെറി തന്റെ 2 മക്കളെയും നീലിന്റെ പഴയ മുറിക്കകത്ത് പൂട്ടിയിട്ടു. മൂപ്പര മുറിയുടെ ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്യാണ്. രണ്ടുപേരും ആ ഇരുട്ടില് മരണഭയത്തിൽ അങ്ങനെ നിൽക്കുക. പോൾ ഓടി ചെന്ന് വേഗം ലൈറ്റ് ഇട്ടു. കഴിഞ്ഞ 1 വർഷമായി അവൻ ലൈറ്റ് ഇട്ടിട്ടാണ് കിടന്നുറങ്ങാറുള്ളത്. വെട്ടം ഉണ്ടെങ്കിലേ അത് പുറത്തേക്ക് വരില്ല. പോൾ പതിയെ പതിയെ ചെന്ന് ലൈറ്റ് ഓഫാക്കി. അപ്പോ നീൽ ബെഡിനടിയിലേക്ക് നോക്കി അതിനെ വിളിക്കുന്നുണ്ട്. യാതൊരു പ്രതികരണവുമില്ല. അങ്ങനെ നീൽ ഒരുപാട് ഒച്ച വെച്ചതും ബെഡിനടിയെന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം. വെട്ടമുണ്ട്, പിന്നെ ഒച്ച വയ്ക്കാതിരിക്കുകയാണെങ്കിൽ അത് നമ്മളെ ഉപദ്രവിക്കില്ല. ഇത് പറഞ്ഞപ്പോൾ ബെഡിനടുത്തേക്ക് നടന്നു. അപ്പോ അവന്റെ പിന്നിലായി എന്തോ ഒരു രൂപത്തെ കാണാം. ഇത് കണ്ട് ഭയന്ന് പോയപ്പോൾ വേഗം ഓടിച്ചെന്ന് ലൈറ്റ് ഓണാക്കി. അപ്പൊ തന്നെ ആ സാധനം കട്ടിലിനടിയിലേക്ക് മറഞ്ഞുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ മുറിയിലെ ബെഡിലും നീൽ അവിടെയുള്ള ഒരു ടേബിളിലും കിടന്നുറങ്ങുന്നുണ്ട്. എന്തായാലും അധിക നേരം അവർക്ക് താഴെ ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ പാതിരാത്രിയായതും ബെഡിനടിയിന്ന് പുക വരാൻ തുടങ്ങി. മുറിയിലെ ലൈറ്റ് ഓഫായി. ലൈറ്റ് ഓഫായ ഉടനെ തന്നെ നീൽ കണ്ണു തുറന്നു. നീൽ നോക്കുമ്പോ മുറിയിലെ സാധനങ്ങളൊക്കെ പറന്ന് എയറിൽ അങ്ങനെ നിൽക്കുക. നായകനാണെങ്കിൽ അധികം ഒച്ച വെച്ച് അനിയനെ വിളിക്കാൻ പറ്റില്ല. ആ വീട് തന്നെ കുലുങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് ആ ബെഡിനടിയിലുണ്ടായിരുന്ന ഒരു ക്രീച്ചർ പുറത്തേക്ക് വന്നു. ഇവർക്കാണെങ്കിൽ മുറി തുറന്ന് പുറത്തേക്ക് ഓടാൻ പറ്റുമോ? എന്ത് ചെയ്യണമെന്നറിയാതെ പേടി ചേർണ്ട് നിൽക്കുന്ന നേരത്താണ് ആ മുറിയുടെ ഡോറും തുറന്ന് അവരുടെ അച്ഛൻ ആ മുറിയിലേക്ക് വരുന്നത്. അച്ഛന്റെ മുഖം നിറയെ മുറിവുകളും ബ്ലഡുമാണ്. അച്ഛൻ വന്ന പാട് തന്നെ പോളിനെ ബെഡിൽ നിന്ന് വലിച്ച് താഴേക്കിട്ട് അവനെ ആക്രമിക്കുന്നുണ്ട്. നീലനെ അത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. അവൻ അച്ഛനെ തടയുന്നുണ്ട്. നിങ്ങൾ എന്തേ ചെയ്യുന്നേന്ന് പറഞ്ഞ്. ആ സമയം ബെഡിനടിയിന്ന് ഒരു ക്രീച്ചറിന്റെ കൈ വന്ന് താഴെ വീണ് കിടന്നിരുന്ന പോളിന്റെ കഴുത്തിൽ മാന്തി. അവൻ വേദന കൊണ്ട് കരയുന്നുണ്ട്. കറക്റ്റ് ആ സമയത്താണ് ഡോറും തുറന്ന് ലൈറ്റ് ഓണാക്കി ടെറി ആ മുറിയിലേക്ക് വരുന്നത്. നോക്കുമ്പോ പോൾ താഴെ കിടന്ന് കരയുന്നുണ്ട്. നീൽ അവന്റെ കഴുത്തിന് പിടിച്ചിരിക്കുന്നു. ഈ ഒരു കാഴ്ച കണ്ട അച്ഛൻ എന്താ കരുതിയത്? നീൽ അനിയനെ ഉപദ്രവിക്കുകയാണെന്ന്. കട്ടിലിനടിയിലെ മോൺസ്റ്ററിന്റെ കാര്യം പറഞ്ഞ അവര് വിശ്വസിക്കോ? ഇപ്പോ ഏഞ്ചല വളരെ സമാധാനത്തോടെ പോളിനോട് ചോദിക്കും, സത്യം പറ, എന്താ സംഭവിച്ചത്? ചേട്ടനാണോ നിന്നെ ഉപദ്രവിച്ചത്? അതിന് പോളൊന്നും തന്നെ പറയുന്നില്ല. അവന് എന്ത് പറയണോന്ന് സത്യത്തിൽ അറിയില്ല. മറുവശത്ത് ടെറി പതിവ് പോലെ തന്നെ മകനെ വഴക്ക് പറയുന്നു. നിങ്ങൾ രണ്ടുപേരും വഴക്കിട്ടു. സത്യം പറ, പോളിന്റെ കഴുത്തിൽ ആ മുറിവ് എങ്ങനെ വന്നു? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എന്തായാലും വിശ്വസിക്കാൻ പോണില്ല. അതുകൊണ്ട് തന്നെ നീൽ കൂടുതലൊന്നും തന്നെ തർക്കിക്കാൻ നിന്നില്ല. അതിനുശേഷം എന്താ, പേരൻസ് അവരെ രണ്ടുപേരെയും 2 മുറികളിലേക്ക് മാറ്റി. നിങ്ങൾ എന്താ പറഞ്ഞത്? ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഭൂതം വരുന്നില്ല എന്നല്ലേ? ടെറി ആ മുറിയിലെ ബൾബൊക്കെ ഊരി മാറ്റി. എന്നാൽ നീലിനെ അനിയനെ അങ്ങനെ തനിച്ചാക്കാൻ പറ്റൂ? അവൻ അനിയന്റെ മുറി തുറന്ന് അന്ന് അവര് രണ്ടുപേരും അതേ മുറിയിലെ ടേബിളിന് മുകളിലാണ് ഉറങ്ങുന്നത്. രണ്ടുപേരും ബെഡിൽ കിടക്കുന്നില്ല. പിറ്റേന്ന് രാവിലെ ടെറി പോളിന്റെ മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോ ചേട്ടനും അനിയനും ഒന്നിച്ച് ആ മേശപ്പുറത്ത് കിടന്നുറങ്ങുന്നത് കാണും. അത് കണ്ട് ടെറിക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ചേട്ടനും അനിയനും തമ്മിൽ അത്രയും സ്നേഹമാണ്. എന്നിട്ടും അവർ ഇന്നലെ രാത്രി അടിപിടി വഴക്കായി. സത്യത്തില് അവർക്കിടയിൽ എന്താണ് പ്രശ്നം? പോളിന് അധികം പ്രായമായിട്ടില്ല. എന്നാൽ നീൽ ഇപ്പൊ വലുതായില്ലേ? ഈ പ്രായത്തിലും പ്രേതം ഭൂതം എന്നൊക്കെ പറഞ്ഞ് പേടിക്കുന്നത് നോർമലായ കാര്യമാണോ? ഇക്കാര്യങ്ങളെ കുറിച്ചൊക്കെ ടെറി തന്റെ വൈഫിനോട് പറയുന്നുണ്ട്. അടുത്ത സീനില് ചേട്ടനും അനിയനും ആ ക്രീച്ചറിനെ തിരിച്ചാക്രമിക്കാനായിട്ട് എന്തെങ്കിലും ടൂൾസ് കിട്ടുമെന്ന് നോക്കാനായിട്ട് ഗരാജിലെ പഴയ സാധനങ്ങളൊക്കെ തെരഞ്ഞോണ്ടിരിക്കുക. അപ്പോഴാണ് അവർക്ക് അമ്മയുടെ ചിതാഭസ്മം കണ്ടുകിട്ടുന്നത്. അമ്മയുടെ ആഷസ് ഈ വീട്ടിലുള്ളത് അവരുടെ അച്ഛൻ അറിയില്ല. പോളാണ് അത് അമ്മയുടെ കല്ലറയിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് വന്നത്. അതുകൊണ്ട് നീലിന് ഒരുപാട് സങ്കടമായി. അവൻ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ പോളിനോട് പറയുന്നുണ്ട്. അന്ന് രാത്രി വീട്ടിലെ ലൈറ്റ് മുഴുവൻ ഓഫായി. ആ ക്രീച്ചർ തന്നെ കൊല്ലാൻ ശ്രമിച്ചപ്പോ ഞാൻ അതിനെ കൊല്ലാനാണ് തീയിട്ടത്, അല്ലാതെ അമ്മയെ കൊലപ്പെടുത്താനല്ല. തന്റെ മകനെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ആ സ്ത്രീ അന്ന് ആ ഫയർ ആക്സിഡന്റില് മരണപ്പെട്ടത്. സത്യങ്ങളെല്ലാം അവൻ പോളിനോട് പറഞ്ഞു. നീലങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ചെയിൻസോ എടുത്ത് അത് ഓണാക്കുന്ന നേരത്താണ് ഏഞ്ചല ഈ ഒരു കാഴ്ച കണ്ട് അങ്ങോട്ട് വരുന്നത്. ആ സ്ത്രീയാകെ ഭയന്നു പോയി. അന്ന് ആദ്യമായിട്ട് ഏഞ്ചല നീലിനെ വഴക്ക് പറയുന്നുണ്ട്. അത് താഴെ വെക്കി. ആ സ്ത്രീക്ക് നീലിനെ വഴക്ക് പറയാൻ തീരെ താല്പര്യമില്ല. കാരണം അവൻ കൊച്ചു കുഞ്ഞൊന്നുമല്ല. പക്ഷേ അമ്മയാണ് അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടത്. പേരൻസിന്റെ കടമയാണ്. ഏഞ്ചല വളരെ സോഫ്റ്റ് ആയിട്ട് അവനോട് ആ ചെയിൻസോ താഴെ വെക്കാൻ പറയുന്നുണ്ട്. സത്യം പറ, നിങ്ങൾ രണ്ടുപേരും എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെന്താണെങ്കിലും അമ്മയോട് പറയടാ. അതിനെന്ത് സഹായം വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഹെൽപ്പ് ചെയ്യാം. എന്നാ പോൾ മറുപടിയൊന്നും തന്നെ പറയില്ല. അന്ന് രാത്രി തന്നെ അവർ ആ മോൺസ്റ്ററെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള പ്ലാനിങ്ങിലാണ്. മുറിയിലെ ബൾബൊക്കെ അച്ഛൻ ഊരിക്കൊണ്ടുപോയത് കാരണം പകരം 2-4 ടോർച്ചൊക്കെ എടുത്ത് അന്ന് വൈകിട്ട് അവര് പേരൻസ് ഉറങ്ങുന്നത് വരെ മുറിക്കുള്ളിൽ കാത്തിരിക്കുകയാണ്.
അപ്പോ നീൽ അനിയനോട് പറയുന്നുണ്ട്, ഞാൻ ഈ വീട്ടിലെ ആ മോൺസ്റ്ററെ ഭയന്ന് അടുക്കളയിലെ ഗരാജില് അങ്ങനെ പല സ്ഥലത്തും കിടന്നുറങ്ങിയിട്ടുണ്ട്. അപ്പോഴൊന്നും തന്നെ അതെന്നെ ഭയപ്പെടുത്തിയിട്ടില്ല. എന്റെ ആ മുറിയിലെ ബെഡിൽ കിടക്കുമ്പോ മാത്രമാണ് അതെന്നെ ആക്രമിച്ചത്. അതിനെ പോള് പറയുന്നത് ചിലപ്പോ നമ്മളെ അത് സ്വപ്നത്തിലായിരിക്കും ആക്രമിക്കുന്നത്. ഉറക്കത്തിലാണ് ആ മോൺസ്റ്റർ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കാം അത് ബെഡിനടിയിൽ തന്നെ മറഞ്ഞിരിക്കുന്നത്? അതെന്താ വെട്ടത്തിലേക്ക് വരാത്തത്? അവരെങ്ങനെ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് നീൽ തന്റെ നോട്ട്ബുക്കിൽ നിന്ന് പഴയൊരു ഫോട്ടോ എടുത്ത് അത് അനിയനെ കാണിച്ചു കൊടുക്കുന്നത്. നമ്മുടെ നായകൻ കട്ടിലിനടിയിലെ ആ മോൺസ്റ്ററെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷമാണ് ആ മോൺസ്റ്റർ അവനെ ആക്രമിക്കാൻ തുടങ്ങിയത്. നീൽ ഇത് പറയുന്ന നേരത്താണ് അനിയൻ മറ്റൊരു സത്യം പറയുന്നത്. ചേട്ടന്റെ ക്യാമറ എടുത്ത് അവനും ആ മോൺസ്റ്ററിന്റെ ഫോട്ടോ എടുത്തിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോ അത് പോളിനെ ആക്രമിക്കുന്നത്. ഇത് കേട്ട് നീൽ ആകെ ഷോക്കായി. നീ എന്തിനത് ചെയ്തത്? എന്തിനതിന്റെ ഫോട്ടോ എടുത്തത്? അന്ന് ആ ഫയർ ആക്സിഡന്റില് അമ്മ മരണപ്പെട്ടു. ചേട്ടനെ എല്ലാവരും കുറ്റപ്പെടുത്തി. നീൽ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കാനാണ് പോൾ ചേട്ടന്റെ മുറിയിലേക്ക് മാറിയതും ആ മോൺസ്റ്ററിന്റെ ഫോട്ടോ എടുത്തതും. അത് പ്രൂവ് ചെയ്യാനായിട്ട് അവരങ്ങനെ സംസാരിച്ചിരുന്ന് എപ്പോഴും ഉറങ്ങിപ്പോയി. അവർ ഇപ്പോൾ ഉള്ളത് പോളിന്റെ പഴയ മുറിയിലാണ്. പെട്ടെന്ന് ആ മുറി മുഴുവനും പുക വന്ന് നിറയാൻ തുടങ്ങി. പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് പോൾ കണ്ണു തുറന്നു നോക്കുമ്പോ ആ മുറി മുഴുവനും പുകയാണ്, ഒന്നും കാണാനില്ല. അവൻ പെട്ടെന്ന് തന്നെ ചേട്ടനെ വിളിച്ച് ബഹളം വെക്കുന്നുണ്ട്. നീലിനും അതൊന്നും കണ്ടിട്ട് യാതൊരു പിടുത്തുമില്ല. ആ ക്രീച്ചർ ഉള്ളത് അവന്റെ പഴയ മുറിയിലല്ലേ? നോക്കുമ്പോഴേ അതേ മുറിയിലെ നമ്മുടെ നായകന്റെ പഴയൊരു ബെഡുണ്ടായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ നീൽ ഓടിക്കടാന്ന് പറഞ്ഞ് അനിയനെയും കൂട്ടി ജീവനും കൊണ്ട് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഓടി. പിന്നാലെ തന്നെ ആ ബെഡും ജീവനുള്ളതുപോലെ ചാടി പറന്നു വരുന്നുണ്ട്. ആ പഴയ ബെഡ് കീറി പറച്ചോണ്ട് ഒരു ക്രീച്ചർ പുറത്തേക്ക് വന്നു. രണ്ടുപേരും ഈ ഒരു കാഴ്ച കണ്ട് മരണഭയത്തില് പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന മുറിയിലേക്ക് ഓടിക്കേറി അവര് ഡോറ് ലോക്ക് ചെയ്യാണ്. അടുത്ത ദിവസം പേരൻസ് ജോലി കഴിഞ്ഞു വരുന്നത് വരെ പിള്ളേര് രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ്. ഇന്നലെ രാത്രി അവർ ഉറങ്ങിയിട്ടില്ലല്ലോ. അപ്പോ ടെറി അവരോട് പറയും, തൊട്ടടുത്ത വീട്ടിലെ അങ്കിൾ ഇവാൻ സ്ലീപ്പ് ഓവറിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ പ്രായത്തില് 2 പിള്ളേരുണ്ട്. പോയി എൻജോയ് ചെയ്യ്. ഗെയിം കളിക്കോ സംസാരിച്ചിരിക്കോ അങ്ങനെ എന്താന്ന് വെച്ചാ ചെയ്. എന്നാ നീലിന് അങ്ങോട്ട് പോവാൻ തീരെ താല്പര്യമില്ല. എന്നെ കൊണ്ട് പറ്റിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ടെറി അതിന് സമ്മതിക്കില്ല. പേരൻസ് അവർക്കുള്ള പില്ലോയും ബാഗൊക്കെ കൊടുത്ത് നിർബന്ധിച്ച് സ്ലീപ്പ് ഓവറിന് പറഞ്ഞയക്കുകയാണ്. എന്നാ അവരെ രണ്ടുപേരെയും കണ്ട് കേര ആകെ ഷോക്കായി. അല്ല, നിങ്ങളെന്താ ഈ ബാഗൊക്കെ ആയിട്ട്? അപ്പോഴേക്കും കേരയുടെ അച്ഛൻ അങ്ങോട്ട് വന്നു. ഹേയ്, നിങ്ങൾ വന്നോ? ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അകത്തേക്ക് വായോ എന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരെയും അങ്കിളിന്റെ ആൺമക്കളുടെ മുറിയിലേക്ക് കൊണ്ടുപോയി. പയ്യന്മാരാണെങ്കിൽ അവരെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവിടെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് കിടന്നോന്ന് മട്ടില് ടിവിയും കണ്ടോണ്ടിരിക്കുക. നീലിനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിപ്പോയാ മതിയെന്നായി. അപ്പോ പോളിനൊരു ഡൗട്ട്. നമ്മളിപ്പോ 2 തലയിണ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അത് ഞാൻ കഴിഞ്ഞ 6 വർഷമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോ ആ മോൺസ്റ്റർ ഈ തലയിണ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കാരണം ഈ വീട്ടിലേക്ക് വരാൻ ചാൻസ് ഉണ്ടോ? ഹേയ്, അതിനൊരിക്കലും സാധ്യതയില്ല. ഈ സമയം നമ്മളെ കാണിക്കുന്നുണ്ട് നീലിന്റെ ആ പഴയ മുറി തനിയെ തുറന്നു വന്നു. അപ്പോ ആ ബെഡിനടിയിൽ നിന്ന് വലിയൊരു കൈ വന്ന് ബെഡ്ഷീറ്റ് അങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. മറുവശത്ത് ഏഞ്ചല ബാത്റൂമിലെ ഡ്രോയില് തന്റെ ടാബ്ലറ്റ് തെരഞ്ഞോണ്ടിരിക്കുമ്പോ ആ ഇടനാഴിയില് ബെഡ്ഷീറ്റും തല വഴിയിട്ട് ഒരു രൂപം നിൽക്കുന്നുണ്ട്. എന്നാ ഏഞ്ചല ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ ഇപ്പോ ആ രൂപത്തെ അവിടെ കാണാനില്ല. പെട്ടെന്ന് ആ വീട്ടിലെ പവർ മൊത്തത്തിൽ പോയി. അതെന്താന്ന് നോക്കാനായിട്ട് ടെറി പോകുന്നുണ്ട്. അപ്പോ ആ ഇരുട്ടിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ട് ഏഞ്ചല തിരിഞ്ഞു നോക്കുമ്പോ തല വഴി ബെഡ്ഷീറ്റ് മൂടി ഒരു സാധനം അങ്ങനെ നിൽക്കുന്നുണ്ട്. മറുവശത്ത് ടെറി ആണെങ്കിൽ പവർ ശരിയാക്കാൻ പോയിട്ട് അയാൾക്ക് ഷോക്ക് അടിച്ചു. അത് ടെറിയെ കൊണ്ട് ശരിയാക്കാൻ പറ്റുന്നില്ല. ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോ നമുക്ക് കാണാം ടെറിക്ക് പിന്നിലെ ആരോ തല വഴി ബെഡ്ഷീറ്റ് മൂടി നിൽക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ കേരയുടെ 2 സഹോദരന്മാരെ നമ്മുടെ നീലിനെ കളിയാക്കിക്കൊണ്ടിരിക്കുക. മാക്സിമം അവനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. പ്രേതത്തെ കണ്ടു, ഭൂതത്തെ കണ്ടു എന്ന് പറഞ്ഞ് നീയല്ലേ വീടിന് തീ വെച്ചത്? നിനക്കെന്താ ബോധമില്ലേ അങ്ങനെ ചെയ്യാൻ? ഇപ്പോ നായകൻ ഓരോന്നൊക്കെ പറഞ്ഞ് ആ പിള്ളേരെ രണ്ടുപേരെയും പേടിപ്പിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് സത്യം എന്താണെന്നറിയണോ? അന്ന് രാത്രി എന്താ സംഭവിച്ചെന്ന് നിങ്ങൾക്ക് കേൾക്കണോ? ഇതും പറഞ്ഞ് നീൽ ആ മുറിയിലെ ലൈറ്റൊക്കെ ഓഫാക്കി ഇരുട്ടത്തിരുന്നാണ് പിള്ളേരെ കഥ പറഞ്ഞ് പേടിപ്പിക്കുന്നത്. അവൻ ഇല്ലാത്തതും ഉള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളുടെ വീടിനകത്ത് ഭയപ്പെടുത്തുന്ന ഒരു സാധനമുണ്ട്. അതിനെ കൊല്ലാനാണ് ഞാൻ വീടിന് തീ വെച്ചത്. എന്നാ അതിനെ കൊല്ലാൻ എനിക്ക് കഴിഞ്ഞില്ല. അത് പ്രേതവുമല്ല മനുഷ്യനുമല്ല. ഈ സമയം പോൾ ആ മോൺസ്റ്റർ തന്നെ ആക്രമിച്ച മുറിവ് അവർക്ക് കാണിച്ചു കൊടുത്തു. അതിപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ തന്നെയുണ്ട്. അത് ആ ബെഡിനടിയിൽ തന്നെ മറഞ്ഞിരിക്കുന്നുണ്ട്. നീലി ഇതൊക്കെ അവരോട് പറഞ്ഞ് പിള്ളേരെ പേടിപ്പിക്കുകയാണ്. എന്തായാലും പിള്ളേര് രണ്ടുപേരും പേടിച്ചേറണ്ട് കണ്ണും തള്ളിയിരിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്താണ് പോൾ ഒരു കാര്യം
ശ്രദ്ധിക്കുന്നത്. അവര് പോയിരിക്കുന്ന ആ മുറിയിലെ നിറയെ പുകയാണ്. അത് കണ്ടതോടെ അവരാകെ പേടിച്ചു പോയി. ആ മോൺസ്റ്റർ ഇപ്പോ ഈ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ വീട്ടിലും ഇപ്പോ പവറില്ല. ഭാഗ്യത്തിന് നീലിന്റെ കയ്യിലൊരു ടോർച്ച് ഉണ്ടായിരുന്നു. അവൻ പിള്ളേരോട് ഒച്ച വെക്കരുത്, അനങ്ങരുത് എന്നൊക്കെ പറഞ്ഞ് മിണ്ടാതെ നിന്നു. നോക്കുമ്പോഴേ ആ മുറിയിലെ ബെഡിനടിയിൽ നിന്ന് ഒരു ഭീകര രൂപം പുറത്തേക്ക് വന്നു. അത് കേരയുടെ 2 സഹോദരന്മാരെയും അതിക്രൂരമായി തന്നെ കൊന്നുകളഞ്ഞു. കുട്ടികളായതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു സീൻ ബ്ലറായിട്ട് പോലും കാണിക്കാൻ പറ്റില്ല കേട്ടോ. മുറിയിൽ നിന്ന് എന്തൊക്കെയോ ബഹളങ്ങളൊക്കെ കേട്ടോ കേര മുകളിലേക്ക് ഓടി വരുമ്പോ കാണുന്നത് ആ ഭീകര രൂപം തന്റെ അനിയന്മാരെ കൊല്ലുന്നതാണ്. അപ്പോ നീൽ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്, കേര നീ ഓടി രക്ഷപ്പെട്ടോ, ലൈറ്റ് ഓണാക്കി എവിടെങ്കിലും ഒളിച്ചിരിക്കി. അപ്പോഴേക്കും പോൾ ഇതൊക്കെ കണ്ട് പേടിച്ച് ജനാല വഴി പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടിരുന്നു. നീൽ പെട്ടെന്ന് തന്നെ അനിയന്റെ പിന്നാലെ ജനാല വഴി പുറത്തേക്ക് ചാടി വീട്ടിലേക്ക് ഓടി. രണ്ടുപേരും ഡോറ് തുറക്ക് എന്ന് പറഞ്ഞ് ബഹളം വെച്ച് വീടിനകത്തേക്ക് ഓടി കയറി. ഇത് കണ്ടതോടെ ടെറി പതിവ് പോലെ തന്നെ മക്കളെ വഴക്ക് പറയാൻ തുടങ്ങി. നിങ്ങളല്ലേ ഈ വീട്ടിലെ പവർ ഓഫ് ആക്കിയത്, തലവഴി ബെഡ്ഷീറ്റ് ഇട്ട് പേടിപ്പിച്ചത്, അത് നീലാണെന്ന് കരുതി ഞാൻ പേടിച്ചു പോയി എന്ന് പറഞ്ഞ് ആ സ്ത്രീ ആകെ ബഹളം വെക്കുന്നുണ്ട്. ഇവര് രണ്ടുപേരും എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നാ പേരൻസ് അതൊന്നും തന്നെ കേൾക്കാതെ ഒച്ച വെച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഡോറൊക്കെ തള്ളി തുറന്നുകൊണ്ട് ഒരു ഭീകര രൂപം വീട്ടിലേക്ക് വരുന്നത്. ഈ ഒരു സെക്കൻഡില് തന്റെ 2 മക്കളും പറയുന്നത് അത് സത്യമാണെന്ന് ആ പേരൻസിന് മനസ്സിലായി. ടെറി അവരോട് 3 പേരോടും ഓടി രക്ഷപ്പെട്ടോ എന്ന് പറയുമ്പോഴേക്കും ആ മോൺസ്റ്റർ അയാളെ പിടികൂടി അച്ഛന്റെ തല തന്നെ ചതച്ചു കളഞ്ഞു. നീൽ തന്റെ അച്ഛനെ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നു. പക്ഷേ അവനെ കൊണ്ട് അച്ഛനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഈ ഒരു ക്രൂരമായ കാഴ്ച കണ്ട് അവര് 3 പേരും നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് മുകളിലേക്ക് ഓടി. നീൽ അനിയനെയും അമ്മയെയും സമാധാനിപ്പിക്കുന്നുണ്ട്. പേടിക്കാതിരിക്കി, അവൻ അവർക്ക് നേരെ ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും വീടിന് പുറത്തേക്ക് ഓടണം, പുറത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, ഞാൻ നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോവാന്ന് പറഞ്ഞ് ടോർച്ചിന്റെ വെട്ടത്തിലെ അവൻ 2 പേരെയും കൊണ്ട് പതിയെ താഴേക്ക് ഇറങ്ങി വരുമ്പോ ആ മോൺസ്റ്റർ പോളിന്റെ കാലിലെ ഒരു കയറിട്ട് കുരുക്കി അവനെ ബെഡിനടിയിലേക്ക് വലിച്ചോണ്ട് പോയി. ഏഞ്ചല മകനെ രക്ഷിക്കാനായിട്ട് ബഹളം വെക്കുന്നുണ്ട്. അപ്പോ നീൽ അമ്മയെ തടഞ്ഞോണ്ട് പറയും, ഞാൻ അവനെ പോയി രക്ഷിക്കാം. അതിനെ പോളിനെ കൊല്ലാനാണെങ്കിലേ എന്നെ കൊല്ലാമായിരുന്നു, അച്ഛനെയും നിങ്ങളെയും കൊല്ലാമായിരുന്നു. അതിന് വേണ്ടത് എന്നെയാണ്. അത് 2 വർഷമായി എന്നെ കാത്തിരിക്കാണ് എന്നെ കൊല്ലാൻ. ഇപ്പോ പോളിനെ രക്ഷിക്കാൻ ഏഞ്ചല എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം. ഞാൻ കയറ് കെട്ടി ആ ബെഡിനടിയിലേക്ക് പോവാണ്. പോളിനെ രക്ഷിച്ചതിന് ശേഷം നിങ്ങൾ ഈ കയറ് പിടിച്ച് വലിച്ചാ മതി. ആ ബെഡിനടിയിലെ എന്ത് നരകമെന്ന് എനിക്കറിയില്ല. ആ സ്ത്രീ ആണെങ്കിൽ സങ്കടപ്പെട്ട് കരയുന്നുണ്ട്. എന്റെ ജീവൻ തന്നെ പോയാലും വേണ്ടില്ല, ഞാൻ ഈ കയറ് വിടില്ല, നീ ധൈര്യമായിട്ട് പോയി. നീൽ ഫ്ലാഷ് ലൈറ്റ് ആയിട്ട് ബെഡിനടിയിലേക്ക് പോയി. ബെഡിനടിയിലെ ഒരു പോർട്ടൽ പോലെയാണ്, വലിയൊരു ഗുഹ പോലെ. മേ ബി ആ മോൺസ്റ്റർ ഒരു ഏലിയൻ ആയിരിക്കണം. അവൻ അതിനകത്ത് അനിയനെ തെരയുന്നുണ്ട്. പോൾ നീ എവിടെയാ? അനിയനെ അത് ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നായകനെ ഇതിനകത്തേക്ക് കൊണ്ടുവരാനായിട്ട്. നീൽ അങ്ങനെ അവസാനം അനിയനെ കണ്ടെത്തി. 2 പേരും കെട്ടിപ്പിടിച്ച് കരയുന്ന നേരത്താണ് ആ മോൺസ്റ്റർ നായകൻ ആക്രമിക്കാനായിട്ട് വരുന്നത്. ഈ സമയം ഫ്ലാഷ് ലൈറ്റ് ആണെങ്കിൽ അതിപ്പോ വർക്ക് ചെയ്യുന്നില്ല. നീലിന്റെ കയ്യില് എക്സ്ട്രാ ചെറിയൊരു ടോർച്ച് ഉണ്ടായിരുന്നു. അതിന്റെ വെട്ടം കണ്ടതും ആ ക്രീച്ചർ അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. നീൽ പെട്ടെന്ന് തന്നെ കയറ് വഴി പോളിനെ മുകളിലേക്ക് എത്തിച്ച് അവനും മുകളിലേക്ക് കയറി വന്നു. അങ്ങനെ അമ്മയും മക്കളും 3 പേരും കെട്ടിപ്പിടിച്ച് കരയുന്നു. ഇനി എത്രയും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് രക്ഷപ്പെടണം. അവര് പതിയെ ശബ്ദം ഉണ്ടാക്കാതെ താഴേക്ക് ഇറങ്ങി വന്നു. ഈ സമയമാണ് മോൺസ്റ്ററിൽ നിന്ന് രക്ഷപ്പെട്ട കേര അവരുടെ അടുത്തേക്ക് ഓടി വരുന്നത്. അവളുടെ ഫാമിലിയിലെ എല്ലാവരും മരണപ്പെട്ടു. കേര മാത്രമാണ് ആ മോൺസ്റ്ററിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഈ സമയത്താണ് ആ ഏലിയൻ ചാടി പറന്ന് നീലിനെ ആക്രമിക്കാൻ വരുന്നത്. അതിന് വേണ്ടത് നീലിനെ മാത്രമാണ്. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കാന്ന് പറഞ്ഞ് നീൽ മറ്റു 3 പേരെയും വീടിനുള്ളിലാക്കി പുറത്തെ ഗരാജിലേക്ക് ഓടി. അവൻ ആ ചെയിൻസോ ഉപയോഗിച്ച് അതിനെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ചേക്കൻ അടികൊണ്ട് പറന്ന് തെറിച്ചു വീണു. ആ ഒരു വീഴ്ചയിലെ അവന്റെ അമ്മയുടെ ചിതാഭസ്മം അത് താഴേക്ക് മറിഞ്ഞു വീണിരുന്നു. അതങ്ങനെ അവനെ ആക്രമിക്കാനായിട്ട് അടുത്തേക്ക് വന്നതും അപ്പോ ആ ചിതാഭസ്മം കയ്യിലായതും പൊള്ളലേറ്റതുപോലെ ആ മോൺസ്റ്റർ അലറാൻ തുടങ്ങി. അപ്പോ ഗരാജിന് പുറത്തുണ്ടായിരുന്നപ്പോൾ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്, നീൽ മോമിന്റെ ചിതാഭസ്മം അതിന് പറ്റുന്നില്ല. ഇത് കേട്ട ഉടനെ തന്നെ നീല ജാറെടുത്ത് മുകളിലേക്ക് വെതറി. അതങ്ങനെ തീപ്പൊള്ളലേറ്റതുപോലെ താഴെ കിടന്ന് പെടയാൻ തുടങ്ങി. പോരാത്തതിന് അവൻ ആ പാത്രം കൊണ്ട് തന്നെ അതിന്റെ മോന്തക്കിട്ട് ഒരു ഒറ്റ അടിയാണ്. തുടർന്ന് അവിടേക്ക് പോലീസ് എത്തിക്കഴിഞ്ഞു. ഈ ഒരു സീനോട് കൂടിയാണ് അണ്ടർ ദ ബെഡ് എന്ന ഈ ഒരു അമേരിക്കൻ ഹൊറർ മൂവി അവസാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്